Hi guys, it's me, Vimalu Banker. How to start preparation for mains? When to start? Where to start? ഇങ്ങനെ പല ഡൗട്ട്സും ഓരോരുത്തർക്കും കാണും അല്ലേ? ഒരു ബാങ്ക് എക്സാം ജേർണിയിലോട്ട് ഇറങ്ങി തിരിച്ചു. ഇനി പ്രിലിംസും മെയിൻസും ഒരുപോലെ പഠിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. ബട്ട് അങ്ങനെ പഠിക്കാൻ മിക്കപ്പോഴും പലർക്കും സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഈ മെയിൻസിന്റെ പ്രിപ്പറേഷൻ എപ്പോൾ മുതൽ തുടങ്ങണം, അത് എങ്ങനെ തുടങ്ങണം, ഏത് സോഴ്സ് വെച്ച് തുടങ്ങണം, അങ്ങനെ കുറേ ഡൗട്ട്സ് എല്ലാവർക്കും കാണും അല്ലേ? സോ അതിനൊക്കെ ഒന്ന് ഞാൻ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട്സിന് ഉള്ള ആൻസേഴ്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. സോ എൻ്റെ വരെ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മെയിൻസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രിലിംസിന്റെ തന്നെ ഒരു ഹയർ വേർഷൻ ആണ്. പ്രിലിംസിൽ കൂടുതലും സ്പീഡിനെ ഫോക്കസ് ചെയ്യുമ്പോൾ മെയിൻസിൽ ആ ഒരു ഏരിയയെ നമുക്ക് എന്തുമാത്രം നോളജ് ഉണ്ട് എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഈ പ്രിലിംസും മെയിൻസും എന്ന് പറയുന്നതും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒക്കെ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ആൻഡ് പ്രിലിംസിന്റെ ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻസിന് വരുന്നത്. മെയിൻസിന് സ്പീഡ് ഒരു ഫാക്ടർ ആണോ എന്ന് ചോദിച്ചാൽ സ്പീഡ് ഒരു ഫാക്ടർ ആണ്. ബട്ട് പ്രിലിംസിന്റെ അത്രയും നമ്മൾക്ക് സ്പീഡിന് മാത്രം ഫോക്കസ് കൊടുക്കേണ്ട കാര്യമില്ല. പ്രിലിംസിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ, അതായത് വൺ ലൈനർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും വരുന്നത്. മെയിൻസിൽ വരുന്നത് അതിൽ കുറച്ചുകൂടി നമ്മളുടെ ബ്രെയിൻ, അതായത് പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ആൻസേഴ്സ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ ഈ കാര്യം പറയുന്നത് ക്വാൻസിൻ്റെയും റീസണിങ്ങിൻ്റെയും കാര്യമാണ്. ഇംഗ്ലീഷൊക്കെയും ഓക്കെ, അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. ക്വാൻസ് ആൻഡ് റീസണിങ്ങിനാണ് കൂടുതലും മെയിൻസിന് എല്ലാവരും സ്റ്റക്ക് ആവുന്നത്. മെയിൻലി ക്വാൻസ് ആണ് ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് ഓൾമോസ്റ്റ് എന്നെ പോലെയുള്ള എല്ലാ ആസ്പിറൻസിൻ്റെയും ഒരു നൈറ്റ്മെയർ തന്നെയാണ് ക്വാൻസ്. ഓക്കെ, സോ നിങ്ങൾ ക്വാൻസ് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ റീസണിങ് പഠിക്കുമ്പോൾ മെയിൻസ് ലെവൽ എങ്ങനെ തുടങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം ക്വാൻസിലോട്ട് വരാം. അപ്പോൾ മെയിൻസ് ലെവൽ ക്വാൻസ് എന്ന് പറയുന്നത് കുറേ വീഡിയോസ്, അതായത് യൂട്യൂബിൽ പലതരം വീഡിയോസ് അവൈലബിൾ ആണ്. അതിൽ നിന്നും ഏതൊക്കെ ചൂസ് ചെയ്യണം, ഏതൊക്കെ സോഴ്സസ് ആണ് ബെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രിലിംസ് അത്യാവശ്യം ബേസ് സെറ്റാണ്, അതായത് എല്ലാം നമുക്ക് ഉള്ള ചാപ്റ്റേഴ്സ് എല്ലാം അത്യാവശ്യം അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം. ദെൻ ഒരു പ്രിലിംസിൻ്റെ ഒരു മോക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 100ൽ ഒരു 60 മാർക്സ് അല്ലെങ്കിൽ ഒരു 70 മാർക്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പോട്ടെ, ഒരു 50 മാർക്സ് എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരു 60% അടുത്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം മെയിൻസിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രിലിംസിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മെയിൻസിന് വേണ്ടി ടൈം കൊടുക്കാം എന്ന് ചിന്തിച്ചിരുന്നാൽ ദെൻ ദാറ്റ് വിൽ ബി എ വേസ്റ്റ് ഓഫ് ടൈം. കാരണം പിന്നെ പ്രിലിംസിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഓൾമോസ്റ്റ് മാക്സിമം ഒരു 15 to 20 ഡേയ്സ് മാത്രമേ മെയിൻസിന് ലെഫ്റ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. അത്രയും ടൈം കൊണ്ട് കറണ്ട് അഫയേഴ്സ്, ക്വാൻസ്, റീസണിങ്, ഇംഗ്ലീഷ് ഇതെല്ലാം ടാക്കിൾ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത്ര നാൾ നിങ്ങൾ മെയിൻസിന് വേണ്ടിയിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എങ്കിൽ ഇപ്പോഴെങ്കിലും എന്ത് ചെയ്യുക, മെയിൻസിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അതായത് ഇപ്പോൾ IBPS POയും SBI POയും ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഓവർ ആയിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, ഇനി അടുത്ത് വരുന്ന SBI ക്ലർക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മളുടെ IBPS ക്ലർക്കിനാണെങ്കിൽ പോലും ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആകും. അതുകൊണ്ട് മെയിൻസ് ഇപ്പോൾ പ്രിലിംസ് ക്ലിയർ ആവാണ്ട് മെയിൻസ് എന്തിനാ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അടുത്തൊരു എക്സാമിന് അത് നമ്മൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, മെയിൻസിന് പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഡൗട്ട് കാണും അല്ലേ? സോ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ ക്വാൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ക്വാൻസിൽ ഏതൊക്കെ ഏരിയാസ് ആണ് ഉള്ളത് എന്ന് ആദ്യം ആ ഒരു സിലബസ് വെച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, പെർസെൻറ്റേജ് ഇതൊക്കെ ആ നമ്മുടെ കൂടെയുള്ള സിലബസിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. അതിനുപരിയായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയാസിനാണ് വെയിറ്റേജ് കൂടുതലുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സെക്ഷണൽ മോക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ മനസ്സിലാവും ആ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാകും.
ദെൻ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതും ആ ഒരു സെക്ഷണൽ മോക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും. ഞാൻ ഇവിടെ സെക്ഷണൽ അല്ലെങ്കിൽ ഫുൾ ലെങ്ത് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ സെക്ഷണൽ എന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ക്വാൻസ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും എന്ത് ചെയ്യുക, ആ ഒരു മോക്ക് എടുത്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ പ്ലേസ് എവിടെയാണ് എന്നുള്ളത് മനസ്സിലാകും. ആ ഒരു ഐഡിയ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ഐഡിയയും നമുക്ക് കിട്ടും. സോ അത് കണ്ടു കഴിയുമ്പോൾ ആ ഒരു മോക്ക് അറ്റംപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും ഞാൻ പഠിച്ചിട്ടുള്ള പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള റേഷ്യോയുടെ മെത്തേഡ്സ് ഒക്കെ ആണോ ഇതിൽ വന്നിട്ടുള്ളത്, അതുപോലെ ഞാൻ പഠിച്ചത് മതിയോ അതോ ഇത് കൂടുതൽ പഠിക്കാനുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. ദെൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ദെൻ അത് കഴിഞ്ഞിട്ട് ഓടിപ്പോയി അനാലിസിസ് കണ്ട് അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അത് ഒരു ഗ്രാഹ്യവും ഇല്ലാതെ പോയി ചുമ്മാ എഴുതിയൊരു മോക്കാണ്. അതിൽ നിന്ന് നിങ്ങൾ പോയി അനാലിസിസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറെ കൂടി ടെൻഷൻ അടിച്ച് വട്ടാവത്തേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു മോക്ക് എടുക്കുക, അതങ്ങ് വിട്ടേക്കുക. അത് കുറച്ച് നേരത്തേക്ക് അങ്ങ് വിട്ടേക്കുക. പിന്നെ നമ്മൾക്ക് അതിലോട്ട് തിരിച്ചു വരാം, അതവിടെ അങ്ങ് പോട്ടെ. ദെൻ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു മെയിൻസ് ലെവൽ മോക്ക് എടുക്കുക. അതായത് വീഡിയോ സോഴ്സ് കാണും. അതായത് ഇപ്പോൾ ഹർഷൽ സാറിന്റെ ആണെങ്കിലും ക്വാൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഹർഷൽ സാർ അല്ലെങ്കിൽ ആശിഷ് സർ അല്ലെങ്കിൽ കൗശിക് സർ അല്ലെങ്കിൽ അരുൺ സർ, ഇവരുടെ ആരുടെയെങ്കിലും ഒരു വീഡിയോ ക്ലാസ്സിൽ എന്തായിരിക്കും നമ്മളുടെ ക്വാൻസ്, അതായത് ഇപ്പോൾ SBI PO ആണെങ്കിൽ SBI PO മെയിൻസിൽ വന്നിട്ടുള്ള എക്സാക്ട് പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എന്താണെങ്കിലും കാണും, ലാസ്റ്റ് ഇയറിലെ എക്സാം ബേസ്ഡ് ചെയ്ത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ നിങ്ങൾ മൊത്തം സ്കിപ്പ് ചെയ്യാതെ എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ സ്വന്തമായിട്ട് അവർ ചെയ്യുന്നത് മാത്രം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല ചെയ്യേണ്ടത്. ആ ഒരു വീഡിയോയിൽ വരുന്ന ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ആ ഒരു എത്ര ടൈം കൊടുത്താലും കുഴപ്പമില്ല. മേ ബി ഒരു 1 hour ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങൾ ഇരുന്ന് പോവായിരിക്കും. എന്നാലും ദാറ്റ്സ് ഓക്കെ. കാരണം നമ്മൾ സ്വയം ആ ഒരു ട്രിക്ക് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ ഒരു ആ ഒരു മുറുകിയിരിക്കുന്ന കെട്ടിനെ സ്വയം അഴിച്ചഴിച്ച് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ടൈപ്പ് വേറെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അതിനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ നോക്കി, അതിപ്പോൾ ക്വാൻസിന്റെ കേസിൽ അത്രയും കൂടുതൽ സാധിക്കുമെന്ന് തോന്നുന്നില്ല. റീസണിങ്ങിനാണ് നമ്മൾക്ക് പസിൽസ് ഒക്കെ വെച്ചിട്ട് അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആണെങ്കിലും ഉണ്ടാവുകയുള്ളൂ. ക്വാൻസിന്റെ കേസിൽ കുറച്ച് കഴിയുമ്പോൾ മടുപ്പ് തോന്നും, അടുത്ത ആൻസർ നോക്കും. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എന്നാലും നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു എഫേർട്ട് ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും കൊടുക്കണം. ചുമ്മാ അവർ പറഞ്ഞു തരുന്നത് മാത്രം കണ്ട് ഓക്കെ എനിക്ക് മനസ്സിലായി, ഇത് ഇത്രവേ ഉള്ളായിരുന്നു എന്ന് ചിന്തിച്ച് പോകരുത്. അത് ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ ക്ലാസ് കാണാൻ പറയുമ്പോൾ ജസ്റ്റ് ആ വീഡിയോ എടുത്ത് ചുമ്മാ കണ്ടു, അവർ ആൻസർ പറയുന്നു, അവർ കാൽക്കുലേഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ദെൻ എക്സാം ആകുമ്പോഴേക്കും പറയും ഞാൻ സ്റ്റക്കായി പോയി എന്ന്. അപ്പോൾ മെയിനായിട്ടും നമ്മളുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ആൻസർ എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സോ അതുകൊണ്ടാണ് സ്വയം ചെയ്ത് നോക്കുക എന്ന് പറയുന്നത്. റീസണിങ്ങിന്റെ കേസ് ആണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, പസിൽസിനെ എന്ത് ചെയ്യുക, ലൂപ്പ് അഴിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ പല പോസിബിലിറ്റീസ് കാണും. മേ ബി 3 to 4 പോസിബിലിറ്റീസ് വരും, അത് സാരമില്ല. അപ്പോൾ അങ്കുഷ് ലാംബ സാറിന്റെ ഒക്കെ ക്ലാസ്സിൽ മെയിനായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സാറൊക്കെ നേരത്തെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന് പുള്ളിക്ക് അറിയാം. അപ്പോൾ പുള്ളി ആൻസർ വരുന്ന പോസിബിലിറ്റി മാത്രം ചൂസ് ചെയ്തായിരിക്കും നമ്മൾ കാണിക്കുന്നത്. അത് കണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ ആ പുള്ളിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി, എനിക്കെന്താ അങ്ങനത്തെ ഒരു കഴിവില്ലാത്തതെന്ന് ചിന്തിക്കും. സോ അത് വിട്ട് കളഞ്ഞേക്കുക. അങ്ങനല്ലാതെ എന്ത് ചെയ്യുക, നമ്മൾ സ്വയം ഒരു ക്വസ്റ്റ്യൻ, ഞാൻ വീഡിയോ സോഴ്സസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്കുഷ് ലാംബ സാർ അതുപോലെ തന്നെ പുനീത് സാർ, ഇവരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളുടെ എക്സാമുമായിട്ട് നല്ല ക്ലോസ്ലി മാച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവരുടെ ക്വസ്റ്റ്യൻസ് എടുക്കുക, ദെൻ ചെയ്യുന്ന സ്വയം എന്ത് ചെയ്യുക, കണ്ടെത്തി വരിക. അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പസിൽ ആദ്യം ചെയ്യുമ്പോൾ ടൈമർ ഒന്നും നോക്കണ്ട. ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഗ്രാജുവലി ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പസിൽ ചെയ്ത് ആ ഒരു ലൂപ്പ് അഴിക്കാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ അത് ചെയ്യുന്നത് കുറച്ചുകൂടി സ്പീഡിലാക്കാൻ പറ്റും. ആദ്യം അത് പോകേണ്ട വഴി ഏതാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് സ്പീഡിൽ നടക്കാൻ പറ്റുമല്ലോ. സോ എന്ത് ചെയ്യുക, പോകുന്ന വഴി മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യാൻ സാധിക്കും, അത് കഴിഞ്ഞ് ദെൻ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ എന്ത് ചെയ്യുക, അപ്പോൾ മെയിൻസ് ലെവൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക്
കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 60-65 അല്ലെങ്കിൽ ഒരു 50% കിട്ടുന്നുണ്ട്. അതായത് എല്ലാ ഏരിയാസിനെ കുറിച്ച് ഒരു ബേസ് അറിയാം എന്നുള്ള ഭാഗമാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻസിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ മെയിൻസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ത്രൂ വീഡിയോ സോഴ്സസ്, ഇതുപോലെയുള്ള വീഡിയോ സോഴ്സസിൽ നിന്നും ആൻസേഴ്സ് അതായത് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ദെൻ സെൽഫ് സ്റ്റഡിയാണ് ഏറ്റവും നല്ലത്. ഒത്തിരി വീഡിയോ ക്ലാസ്സസിനെ റിലേ ചെയ്യാതെ, അതായത് വീഡിയോ ക്ലാസ്സസിനെ റിലേ ചെയ്യാതെ എന്ന് ഉദ്ദേശിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാതെ സ്വയം ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മൾ സ്വയം ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളുടെ പാർട്ടിസിപ്പേഷൻ മുഖ്യമാണ് അതിൽ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബ്രെയിൻ അലേർട്ട് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു പ്രോബ്ലം ഇനി കാണുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് നമ്മളുടെ മനസ്സിന് തന്നെ ഫീൽ ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ വീഡിയോ ക്ലാസ്സസ് ഞാൻ മെയിനായിട്ടും ചെയ്യാറുള്ളത് വീഡിയോ ക്ലാസ്സസ് ആണ് കാണുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് മീ, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോ ക്ലാസ്സസ് കാണുക. ദെൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് സെക്ഷണൽസ് എടുക്കുക. ഇപ്പോൾ ഫുൾ ലെങ്ത് മോക്ക് എന്ന് പറയുന്നത് 2 hour ഒക്കെയുള്ള ഫുൾ ലെങ്ത് മോക്ക് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എക്സോസ്റ്റിംഗ് ആണ്. ദെൻ പക്ഷേ നമ്മളത് ഫുൾ മോക്ക് എടുക്കണം. എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം ഒരു ലെവലായി, എന്നെക്കൊണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലായി കഴിഞ്ഞ് ഫുൾ മോക്ക് എടുക്കണം. ഓക്കെ, അല്ലാതെ ഒരു വീക്ക്ലി വൺസ് ഒക്കെ ഒരു ഫുൾ മോക്ക് ഇപ്പോൾ എടുക്കുക. അതല്ലാണ്ട് കൂടുതലും സെക്ഷണൽസ് പ്രാക്ടീസ് ചെയ്യുക. സെക്ഷണൽസ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്ത് ചെയ്യും, നമ്മളുടെ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റീനെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് ടൈമല്ലേ ഉള്ളൂ, ഫുൾ മോക്ക് പോലെ അത്രയും സമയം കൊടുക്കണ്ടല്ലോ. അപ്പം നമ്മളുടെ ടൈമിനെയും അത് സേവ് ചെയ്യും. അതുകൊണ്ട് ഒരു ദിവസം ക്വാൻസിന്റെ സെക്ഷനിലാണ് ചെയ്യുന്നത്, അത് അന്ന് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പിറ്റത്തേക്ക് വെക്കുക. ഓക്കെ, ഒരു ദിവസം തന്നെ സെക്ഷനിലും ചെയ്ത് അത് അനലൈസും ചെയ്ത് ദെൻ വീഡിയോ ക്ലാസ്സും കണ്ട് എല്ലാം വരുമ്പോൾ നമ്മൾ എക്സോസ്റ്റ് ആയി പോകും. സോ ഇന്ന് ആണ് മോക്ക് ചെയ്യുന്നതെങ്കിൽ നാളത്തേക്ക് അനാലിസിസ് ചെയ്യുക. ദെൻ നാളെ ഒരു റീസണിങ്ങിൻ്റെ മോക്ക് ചെയ്യുക. ദെൻ അത് പിറ്റത്തേക്ക് അനലൈസ് ചെയ്യുക. അങ്ങനെ ടൈം ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതിനിടയ്ക്ക് ഒരു പ്രിലിംസിൻ്റെ മോക്കൊക്കെ എടുക്കുക. കാരണം നമുക്ക് ഇനി IBPS SBI ക്ലർക്കൊക്കെ വരുന്നുണ്ട്. സോ എന്ത് ചെയ്യുക, ഇങ്ങനെ ടൈമിനെ നല്ല രീതിയിൽ ഡിവൈഡ് ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒരു 4 to 6 hours ധാരാളമാണ്. ഒരു 10 to 12 hours ഒന്നും പഠിച്ചില്ല എങ്കിൽ പോലും ഇത്രയും ഒരു ടൈം കിട്ടുന്നതിന് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ദെൻ എന്തൊക്കെയാണ് ഡെയിലി ബേസിസിൽ പഠിക്കേണ്ടതെന്നുള്ളൊരു സ്റ്റഡി റൂട്ടീൻ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് IBPSനും SBIക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഡിസ്ക്രിപ്റ്റീവിന് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.